ഹായ് നമസ്കാരമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാറിന് ഏകദേശം ഒരു 23 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കള്ളാർ പഞ്ചായത്തിലെ ചുള്ളിക്കര ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ മാത്രം മാറിയിട്ട് ഒരു 18 സെന്റ് സ്ഥലവും അതിനകത്ത് ഇതാക്കണം ഈ കാണുന്ന 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമൊക്കെ കിഡിലൊരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞത് നമ്മളെ ചുള്ളിക്കരയിൽ നിന്ന് വരുന്ന റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. ടാറിംഗ് എല്ലാം പാസ്സായി കിടക്കുന്നതാണ്. ചുള്ളിക്കര ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. വരുന്ന വഴി അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. അയൽവാസികളായിട്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥലത്തിന്റെ അതിര് അവിടുന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് ഏകദേശം ഒരു 45 മീറ്ററോളം നമുക്ക് നീളം വരുന്നുണ്ട് ബാക്ക് സൈഡിലോട്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ വീട് എന്ന് പറയുന്നത്. പിന്നെ വണ്ടികളൊക്കെ ഏത് വേണേലും വീടിന്റെ മുറ്റം വരെ ചെല്ലാനുള്ള വഴി സൗകര്യമുണ്ട്. വഴി സൗകര്യമൊക്കെ ഉണ്ട്. നേരെ വണ്ടി മുറ്റത്തോട്ട് കൊണ്ടുപോയി നിർത്താം. വീടിന്റെ ഫ്രണ്ട് ഭാഗം അതേപോലെ മതിലെല്ലാം കെട്ടി നല്ല ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് കള്ളാർ പഞ്ചായത്താണ്. അതുപോലെ വില്ലേജ് വരുന്ന നമുക്ക് കോടോത്താണ്. പിന്നെ വെള്ളരിക്കുണ്ട് താലൂക്കിലും പെട്ട സ്ഥലമാണ് കേട്ടോ. ഫ്രണ്ട് തന്നെ ഇതാക്കുന്ന കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ സ്ഥലത്തിന്റെ അതിര് ഏകദേശം ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഒരു 10-20 മീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് നീളം തന്നെ വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ അങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് ഈ ഒരു സൈഡ് നമുക്ക് ഒരു 45 മീറ്ററോളം ബാക്ക് സൈഡിലോട്ടും നീളം വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് നോക്കാം. അതിന് മുന്നേ ആ ഒരു സൈഡിലോട്ട് അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള ഏരിയ ആണ്. ഇനി നമുക്ക് അങ്ങോട്ട് അതിനകത്തോട്ട് പോയി നോക്കാം. വീട് കാണാം നമുക്ക്. അതിന് മുന്നങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം പറഞ്ഞു കേട്ടോ. കാഞ്ഞങ്ങാർന്ന് വരാന്നുണ്ടെങ്കിൽ ഒരു 23 കിലോമീറ്റർ ആണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാസർഗോഡ് നിന്ന് വരാന്നുണ്ടെങ്കിൽ ഒരു 39 കിലോമീറ്റർ ദൂരം ഉള്ളത്. നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങാടാണുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ചുള്ളിക്കര ടൗൺ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ടൗണുള്ള നമുക്ക് കൊട്ടോടി ടൗൺ ആണുള്ളത്. കൊട്ടോടി ടൗണിലോട്ട് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ചുള്ളിക്കരന്നൊക്കെ ഒരു ഓട്ടോ വിളിച്ച് വരാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നേരെ ഇതാക്കണേ ഇങ്ങോട്ട് സൈറ്റിലോട്ട് വരികയും ചെയ്യും. വീടിന്റെ മിറ്റം വരെ വരികയും ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ഈ ഒരു വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ കിഴക്കോട്ട് ദർശനമുള്ള വീടാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കിഴക്കോട്ട് ദർശനമുള്ള വീട് കിട്ടാനുണ്ടോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാക്കണേ നമ്മൾ ഈ ഒരു വീട് കിഴക്കോട്ട് ദർശനമുള്ള വീടാണ്. ഇനി നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. ഇനി വാ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ വീട്? വീട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക്? നല്ല അടിപൊളി വീടല്ലേ? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാക്കണം മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. 2-3 വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട്. ഈ കാണുന്ന പോർച്ചാണ്. പോർച്ചിലോട്ടൊക്കെ ഏത് വണ്ടി വേണേലും നേരെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ടും വേണമെങ്കിൽ നമുക്ക് 2 വണ്ടിയെല്ലാം നിർത്താം. ഇനി നമുക്ക് വീടിന്റെ ഉള്ളും മൊത്തത്തിലൊന്ന് കാണാതാ. ഈ കാണുന്ന വീടിന്റെ സിറ്റ് ഔട്ടാണ്. നല്ല ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. നല്ല നീളൻ വരാന്തായിട്ടുള്ള വലിയ സിറ്റ് ഔട്ടാണ്. കണ്ടില്ല നിങ്ങള്? നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട്. നല്ല ഇവിടുന്ന് അങ്ങോട്ട് നല്ല നീളം കേട്ടോ. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട് വീടിന്റെ സിറ്റ് ഔട്ട് തന്നെ. അതുപോലെ ഫ്രണ്ടിലോട്ടുള്ള ജനലൊക്കെ കണ്ടില്ല? നല്ല അടിപൊളി ഡിസൈനിലുള്ള സിമ്പിൾ വർക്കായിട്ടുള്ള ജനൽ കണ്ടില്ല നിങ്ങൾ? ഫ്രണ്ടിലോട്ടുള്ള ഒരു കാഴ്ച കിട്ടുന്നതിന് ഫുള്ള് മരത്തിന്റെ കേട്ടോ. ജനല് വാതില് കട്ടില എല്ലാ സംഭവങ്ങളും ഫുള്ള് മരത്തിന്റെ ആണ്. ഈ ഫ്രണ്ട് ഡോർ കണ്ടില്ല നിങ്ങൾ? സിമ്പിൾ ഡിസൈൻ ആണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡബിൾ ഡോറാണ് വരുന്നത്. അതുപോലെ ഈ സൈഡിലോട്ട് ഒരു 2 കളി ജനലുണ്ട്. ഫ്രണ്ടിലോട്ട് നമുക്കൊരു 3 ജനല് വരുന്നുണ്ട്. ആ സൈഡിൽ തലക്കിൽ അവിടെ ഒരു 4 കളി ജനലാണ്. അതുപോലെ ഇത് രണ്ടും 2 കളിയുള്ള ജനലാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അകത്തോട്ട് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമ്മൾ ഹാളിലോട്ട് വരുമ്പോൾ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള വലിയ ഹാളാണ് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ഹാൾ തന്നെയാണ്. ഹാളിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണുന്നത് അവിടെ ഒരു പൂജാമുറി ഉണ്ട് കേട്ടോ. നമുക്ക് ഹാളിൽ തന്നെ നല്ല വലിയൊരു പൂജാമുറി തന്നെ ഉണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഫോട്ടോയോ സാധനങ്ങളൊക്കെ വിളക്കൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു തട്ടും ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള പൂജാമുറി തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വീടിന് മൊത്തം നമുക്ക് 4 ബെഡ്റൂമാണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമും അതുപോലെ മേലെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇനി നമുക്ക് മൊത്തത്തിൽ റൂമുകളും കാര്യങ്ങളും ഓരോന്നായിട്ടൊന്ന് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഹാളിൽ നിന്ന് നമുക്ക് ഇതാക്കണം. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മളെ ആദ്യത്തെ റൂം എല്ലാം വരുന്നത്. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് ഈ റൂം ഒന്ന് കാണാം നമുക്ക് ആദ്യം. അപ്പൊ റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമിനാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ടും അതുപോലെ നമുക്ക് 2 സൈഡിലോട്ടും 3 കളി ജനലുണ്ട് കേട്ടോ. ഈ സൈഡിലും അതുപോലെ ഈ ഒരു സൈഡിലോട്ടും 2 സൈഡിലും 3 കളി ജനലെല്ലാം വരുന്നുണ്ട്. നിലൊക്കെ നല്ല വൈറ്റ് കളറിലുള്ള ടൈലൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ഉണ്ട്. നമ്മൾ ഈ റൂമുകളൊക്കെ നല്ല സൗകര്യമുള്ള റൂമുകളാട്ടോ. ഒരു വലിയൊരു കട്ടിലോ വലിയൊരു അലമാരയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസ് എന്നാലും ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ.
അപ്പൊ ഇതാണ് നമ്മളെ ആദ്യത്തെ റൂം. ഇനി അടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, ഹാളിലോട്ട് വരികയാണെങ്കിൽ, ഇതാ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമ്മളെ രണ്ടാമത്തെ റൂം നമുക്ക് ഈ സൈഡിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു റൂമും കൂടി ഒന്ന് കാണാം. ഇങ്ങോട്ട് വന്ന് നോക്കി, എല്ലാം സെയിം വലിയ റൂം തന്നെയാട്ടോ. എവിടെ ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീട് തന്നെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ റൂമിനൊക്കെ. വലിയ കട്ടിലോ അലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട്. അത്രയും വലിയ റൂം തന്നെയാണ്. പിന്നെ രണ്ട് സൈഡിലോട്ടും 3 കള്ളി ജനലുണ്ട്. ഈ സൈഡിലും അതുപോലെ ആ സൈഡിലോട്ടും 3 കള്ളി ജനലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടൈൽ എല്ലായിടത്തും ഒരേ കളർ ടൈല, വൈറ്റ് കളറിലുള്ള ടൈലാണ്. റാക്കെല്ലാം ഉണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള റാക്കെല്ലാം ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഇത്രയും സ്പേസ് ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു വീട് എടുക്കുന്നവർക്ക് പൂജാമുറി വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ സൈഡ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഡോറൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം ആക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിനുള്ള ഒരു സൗകര്യം ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്ട്രാ കൂടുതൽ സ്പേസ് ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈ ഭാഗത്ത് ഒരു വാഷ് ബേസിനൊക്കെ ആയിട്ട് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഒരു 5-6 ആൾക്ക് ഇരുന്ന് കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ മേശക്കട അത്രയും സ്പേസിനാണ് ഈ ഒരു ഭാഗത്തുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ അടുക്കളയെല്ലാം വരുന്നത്. അടുക്കളയാണെങ്കിലും വലിയ അടുക്കളയാണ്, നല്ല സൗകര്യമുള്ള വലിയ അടുക്കള തന്നെയാണ്. അടുക്കളേന്റെ ടൈല് വേറെ ഡിസൈനിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പാതകം എല്ലാം ഉണ്ട്. പാതകത്തിന്റെ സൈഡ് വഴി എല്ലാം ഫുള്ള് ഭിത്തിയില് ഈ ഒരു കളറിൽ ഈ ഒരു മോഡലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് 4 കള്ളി ജനലുണ്ട്. പിന്നെ ഇവിടെ പാത്രം കഴുകാനൊക്കെ ഉള്ള ഒരു സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൊടികളോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉള്ള ഷെൽഫ് എല്ലാം ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു റാക്ക് ഉണ്ട്. റാക്ക് ഈ സൈഡിലോട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള റാക്കെല്ലാം. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് പുറത്തോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് വർക്ക് ഏരിയ ഉള്ളത്. വർക്ക് ഏരിയയിലോട്ട് വരാന്നുണ്ടെങ്കിലും നല്ല വലിയ വർക്ക് ഏരിയ തന്നെയാണ്. നമുക്ക് വിറകടുപ്പ് ഒക്കെ ഉപയോഗിക്കാനുള്ളതുണ്ട്. സാധാ വിറകടുപ്പാണ് കേട്ടോ. ഈ സൈഡിലോട്ട് താഴോട്ട് വിറകെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഗ്യാപ്പെല്ലാം ഉണ്ട്. അടുക്കളയത്തെ അതേ ടൈൽ തന്നെയാണ് വർക്ക് ഏരിയയിലും ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട്. ഇനി ഇങ്ങോട്ട് നോക്കിയ ചുറ്റുഭാഗം ഈ ഒരു സൈഡിലോട്ട് ഗ്രില്ല് ഇട്ടേക്കാണ് കേട്ടോ. നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ട്. ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ്. ബാത്റൂമിന്റെ ടൈല് വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മളെ താഴത്തെ കാഴ്ചകൾ കേട്ടോ. താഴത്തെ 2 റൂമും അടുക്കളയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത നമുക്ക് മേളിൽ പോയിട്ട് ബാക്കി 2 റൂമും മേലാണുള്ളത്. ഞാൻ ഒന്ന് പോയി നോക്കാം. നമുക്ക് സ്റ്റെയർ നമുക്ക് ഹാളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി മേലത്തെ ഡീറ്റെയിൽ മേലെ പോയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു വീടും സ്ഥലവും നിങ്ങൾ എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 2.5 കിലോമീറ്ററിൽ നമുക്ക് കൊട്ടോടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ആരാധനാലയങ്ങൾ നമുക്ക് കൊട്ടോടിയിലാണ് ഉള്ളത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലമുണ്ട്, പള്ളിയുണ്ട്, ചർച്ചുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിള്ളേരൊക്കെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് കൊട്ടോടിയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് രാജപുരത്ത് ഒരു 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജപുരത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. പിന്നെ കോടോത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം ഉണ്ട്. വീട്ടിൽ പ്രായം ചെന്ന അച്ഛനും അമ്മയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സ്റ്റെപ്പ് കയറുകയും ചെയ്യാം കേട്ടോ. ഇനി ഈ സൈഡിലോട്ട് ഇവിടെ ഒരു 3 കള്ളി ജനലെല്ലാം ഉണ്ട്. അകത്തോട്ട് നല്ല രീതിയിൽ വെളിച്ചം കടക്കുന്ന രീതിയിലാണ് ജനലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടങ്കലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലെല്ലാം ഉണ്ട്. ഇനി നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് താഴെ 2 ബെഡ്റൂമാണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് മുകളിലോട്ട് വരുമ്പോൾ മുകളിലും 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒരു റൂം ഈ സൈഡിലും മറ്റേ റൂം ആ സൈഡിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് റൂമുകൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മൾ റൂമിലോട്ടൊക്കെ വരുമ്പോൾ റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. വലിയ റൂം തന്നെയാണ്. പിന്നെ ഇതാ മേലെ ഫുള്ള് സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ. ഫുള്ള് ഇതേപോലെ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഫ്രണ്ടിലോട്ട് 3 കള്ളി ജനലും കൂടെ ഉണ്ട്. മേലെ ഇതേപോലെ സീലിംഗ് വർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേലെ ഓടാണ് നമ്മളെ വീടിന്റെ മേൽഭാഗം. പിന്നെ നേരെ എന്താ ഈ കളർ എല്ലാവർക്കും ഒരേ കളർ വൈറ്റ് കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം വലിയ റൂം തന്നെയാണ് അല്ലേ? അതെ. താഴെയുള്ളതും മേലുള്ളതൊക്കെ അത്യാവശ്യം വലിയ വലിയ റൂമുകൾ തന്നെയാണ്. 2 കട്ടിലും അലമാരൊക്കെ ഇടാനുള്ള വലിയ റൂം തന്നെ. അപ്പൊ നമുക്ക് അടുത്ത റൂം കാണാം കേട്ടോ. അടുത്ത റൂം അവിടെയാണ്. അപ്പൊ അതാ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡിൽ നമുക്ക് ഇങ്ങോട്ട് ഒരു 3 കള്ളി ജനലുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ടും നന്നായിട്ട് വെളിച്ചം കിടക്കുകയും ചെയ്യും കേട്ടോ. ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് ഇനി ഇങ്ങോട്ട് ഈ റൂം ഒന്ന് കാണാം നമുക്ക്. റൂം ഇതാ നല്ല സൗകര്യമുള്ള എല്ലാ റൂമും ഒരേപോലെ വലിയ വലിയ റൂമുകൾ തന്നെയാ കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. ഒന്ന് വന്ന് നോക്കി ഇതുണ്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എല്ലാ റൂമും ഒരേപോലെ എല്ലായിടത്തും ഇതേപോലെ മൊത്തത്തിൽ ഇതേപോലെ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും ഒരേ കളർ ടൈലാണ്. എല്ലാം സെയിം. 2 സൈഡിലും 3 കള്ളി ജനലെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് റൂമിനെല്ലാം. നമ്മൾ ഈ ഒരു വീട് പണി കഴിപ്പിച്ചിട്ട് ആകെ 8 വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ.
പിന്നെ ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ. പുറത്തോട്ട് ഇങ്ങോട്ട് ഹാളിലോട്ട് വന്നാൽ ബാത്റൂം ആണെങ്കിലും വലിയ ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ഒക്കെ ടൈല് വേറെ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിടക്കുക. വേണമെങ്കിൽ ഇവിടെ തുണിയെല്ലാം കഴുകി വിരിച്ചിടാനൊക്കെ ഉള്ള ആ ഒരു അത്രയും സ്പേസ് ഉണ്ട്. ഇവിടെ ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഗ്യാപ്പ് എല്ലാം ഉണ്ട്. ഇനി ഈ ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പൈപ്പ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു സൈഡിലോട്ട് വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു പൈപ്പും സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പറമ്പിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാല് നമ്മളെ പറമ്പിൽ ഒരു 2 തെങ്ങാണുള്ളത് അല്ലെ. കായ്ക്കുന്ന 2 തെങ്ങുണ്ട്. അത്യാവശ്യം നല്ല കായ പിടിക്കണാണ്. പിന്നെ 2 തെങ്ങുണ്ട്. നമ്മളെ പറമ്പ് ഏകദേശം ആ ഒരു ഇതുവരെയാണ് അതിര് വരുന്നത് അല്ലേ. അതെ. പിന്നെ കുറെ കവുങ്ങിന്റെ തൈകളെല്ലാം കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ സൈഡിലോട്ട് നമുക്ക് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ മെഷീൻ എല്ലാം വെക്കാനുള്ള ഈ ഭാഗത്തും ഈ സൈഡ് 2 ഭാഗത്തും ഇതുപോലെ ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മിറ്റത്തിന്റെ ഈ മതിൽ ഈ കെട്ട് കാണുന്ന അതേപോലെ അത്രയും എന്താ പറയാ ഒറ്റ തന്നെയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരേ നീളത്തിലാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നേരെ അങ്ങോട്ട് ആ വാഴ നിൽക്കണതിൻ്റെ അതിൽ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള മൊത്തത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞില്ല. ഇനി നമുക്ക് അവിടുന്ന് വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ചയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മളെ വീടിന്റെ ബാൽക്കണി ഇവിടെയാണ് വരുന്നത്. ഫ്രണ്ടിലോട്ടുള്ള ബാൽക്കണി ഇങ്ങോട്ടൊന്ന് വന്നു നോക്കി. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ കാണാൻ കേട്ടോ. നല്ല കാഴ്ച കിട്ടുന്നതാണ്. അവിടെ നോക്കി അടുത്തെല്ലാം വീടുകൾ കണ്ടില്ല. ആ ഒരു സൈഡിൽ വീടുകളുണ്ട്, അങ്ങോട്ട് വീടുകളുണ്ട്. ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ സീലിംഗ് വർക്ക് എല്ലാം ചെയ്ത് കണ്ടില്ല ഈ ഒരു ഭാഗത്ത്. പിന്നെ നിലം എല്ലായിടത്തും ഒരേ കളറിലുള്ള ടൈലാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാനുള്ള ചാരുപടിയും സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഓരോ ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാനും ഒക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ നല്ല നീളമുള്ള വരാന്തയാണ്. എന്താ പറയാ ബാൽക്കണി അത്യാവശ്യം നല്ല നീളമുള്ള ബാൽക്കണിയാണ്. നോക്കി ഫുള്ള് പറഞ്ഞ അങ്ങനെ കാണുകയും ചെയ്യാം നമുക്ക്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്. വീടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മള് വീട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഇനി വരെ നമുക്ക് പുറത്ത് പോയിട്ട് നമ്മളെ പറമ്പിലെ വെള്ളത്തിന്റെ സൗകര്യത്തിന് ഉള്ളത് കാണിച്ചിട്ടോ. അതാ കിണറാണ്. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു കിണറെല്ലാം കേട്ടോ. അതാ ചുറ്റുഭാഗം ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. ഫുള്ള് നല്ല നീറ്റ് ആയിട്ടുള്ള കേട്ടോ. അത് കണ്ടില്ല ഞങ്ങള് നല്ല വെള്ളമുള്ള കിണറാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ടൈം ഇതേപോലെ വെള്ളമെല്ലാം ഉണ്ടാവും. വറ്റൊന്നുമില്ല കേട്ടോ. അതിന്റെ സൈഡ് വഴിയെല്ലാം എന്താ ഇതുപോലെ കെട്ടിയിട്ടെല്ലാം ആൾമറെല്ലാം ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ചെടികളെല്ലാം നടാനും ഒക്കെ ഇഷ്ടംപോലെ മിറ്റെല്ലാം ഉണ്ട്. ഈ ഒരു സൈഡിലോട്ടൊക്കെ കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. കപ്പയോ ചേനയോ ചേമ്പോ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നടാനാണെങ്കിലൊക്കെ ഈ ഒരു സൈഡിലോട്ട് കുറേ സ്പേസ് ഉണ്ട്. പിന്നെ ഇപ്പൊ നിലവിൽ ഇവിടെ കുറേ തെങ്ങും തൈ അതുപോലെ കവുങ്ങും തൈ ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിന്റെ മറ്റൊരു സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ബോർവെല്ലാണുള്ളത്. ഇവിടെ ബോർവെല്ലുണ്ട് കണ്ടില്ലേ. ഇതിനകത്താണെങ്കിലും ഇഷ്ടംപോലെ വെള്ളമെല്ലാം ഉള്ളതാണ്. അപ്പൊ നമ്മള് വീടിന്റെ ഈ ഒരു സൈഡിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ. ഇനി ബാക്ക് സൈഡിലോട്ട് ഇങ്ങോട്ട് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സ്ഥലത്തിന്റെ അതിര് നമുക്ക് നേരത്തെ പറഞ്ഞതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളിപ്പോ ഈ നിൽക്കുന്നതിന്റെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് ബാക്ക് സൈഡിലോട്ട് ആണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചുള്ളിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു 1 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു വീടും. 2100 സ്ക്വയർ ഫീറ്റ് പണിതൊരു വീടാണ്. അതുപോലെ തന്നെ സ്ഥലം വരുന്ന മൊത്തം 18 സെന്റ് സ്ഥലമാണ് കേട്ടോ. ഓണർ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം 48 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ടൊന്ന് സംസാരിക്കുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ ഇതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.